ഇന്ന് ലോക ഹൃദയ ദിനമാണ്. കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ ഭൂരിഭാഗവും ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നാണ്. ഇത് ഭീതി ജനിപ്പിക്കുന്നു. ഈ വർഷത്തെ ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം ഒരു സ്പന്ദനം പോലും നഷ്ടപ്പെടുത്തരുത് എന്നാണ്. ഹൃദ്രോഗങ്ങളുടെ വിനാശകരമായ സ്വഭാവത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും തടയുന്നതിനും ഉടനടി നടപടികൾ സ്വീകരിക്കുന്നതിനുമുള്ള ആഹ്വാനമായി ഇതിനെ കണക്കാക്കാം. മുന്നറിയിപ്പില്ലാതെ കൂടുതൽ ചെറുപ്പക്കാർ നമുക്കിടയിൽ നിന്ന് വിട്ടുപോകുന്ന ഈ ഘട്ടത്തിൽ നാം ഏറെ ശ്രദ്ധാലുക്കളാകേണ്ടിയിരിക്കുന്നു. പുറമേക്ക് ആരോഗ്യമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ചുറുചുറുക്കുള്ള എത്രയോ ചെറുപ്പക്കാരാണ് പൊടുന്നനെ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. ആരോഗ്യരംഗം ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു. ഹൃദയാരോഗ്യ സംരക്ഷണത്തിനായി അടിയന്തര ചികിത്സാ സഹായ പദ്ധതികളും ബോധവൽക്കരണവും അടിയന്തര ഘട്ടത്തിൽ CPR ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പൊതുജനങ്ങൾക്കിടയിൽ പരിശീലനം നൽകേണ്ടതിന്റെ ആവശ്യകതയും വർദ്ധിച്ചിരിക്കുന്നു. ഹൃദ്രോഗം ഒരു സാംക്രമിക രോഗമെന്നോണം ലോകമെമ്പാടും പടർന്നു പിടിക്കുകയാണ്. വേൾഡ് ഹാർട്ട് ഫെഡറേഷനും യുനെസ്കോയും ലോകാരോഗ്യ സംഘടനയും സംയുക്തമായാണ് ഹൃദയാരോഗ്യ ദിനം ആചരിക്കുന്നത്. വ്യായാമരഹിതമായ ജീവിതം, കൊളസ്ട്രോൾ കൂടുതലുള്ള ആഹാരം തുടങ്ങി ജീവിതശൈലിയും ഭക്ഷണവും ഉറക്കവും ജോലിയും മാനസിക സമ്മർദ്ദവുമെല്ലാം ഹൃദയത്തെ ബാധിക്കുന്നു. പുകവലി നിർത്തുക, ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹവും നിയന്ത്രിക്കുക, മനോസംഘർഷം ലഘൂകരിക്കുക, ഇതെല്ലാം ഹൃദയാരോഗ്യം സംരക്ഷിക്കാനായി ചെയ്തേ മതിയാവൂ. സ്വന്തം ഹൃദയത്തിനോടെങ്കിലും നാം ഹൃദയപൂർവ്വം പെരുമാറേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.